രോഗികളല്ലാത്തവർ ഈ കാലഘട്ടത്തിൽ വളരെ ചുരുക്കമാണ്, അല്ലേ? നമ്മൾ പലരും രോഗികളാണ്. എന്നാൽ അള്ളാഹുവിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്തിലൂടെ മുത്തുനബി തങ്ങളുടെ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ട 7 ചികിത്സാ രീതികളുണ്ട്. 7 കാര്യങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഭക്ഷണമായും പാനീയമായും നമ്മൾ ഉപയോഗിച്ചാൽ ഉറപ്പായും നിങ്ങളുടെ എല്ലാ രോഗങ്ങളും നിബിധങ്ങൾ മാറുമെന്ന് പഠിപ്പിച്ച അത്ഭുതകരമായ 7 ചികിത്സാ രീതികൾ പറ്റിയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതോടൊപ്പം മുത്തനബി തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു രോഗിയെ നിങ്ങൾ കാണുമ്പോൾ ഈ പറയുന്ന പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ, ഒരു മുസീബത്ത്, ഒരു ഇടങ്ങേറ് നിങ്ങൾ കണ്ടാൽ ഈ പ്രാർത്ഥന നിങ്ങൾ അപ്പോൾ പറയുകയും ചെയ്താൽ ഉറപ്പായും അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു പരീക്ഷിക്കൂല, ആ രോഗം നിങ്ങൾക്ക് വരൂല എന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ പ്രാർത്ഥനയും കൂടി ഇന്ന് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അള്ളാഹു നമ്മെ മനസ്സിലാക്കാൻ ഭാഗ്യം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, എല്ലാവർക്കും റാഹത്തല്ലേ? അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും ശാരീരിക അവസ്ഥ എന്താണ് നമുക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? നമ്മളെല്ലാവരും രോഗികളാണ്. രോഗികളില്ലാത്ത വീടുകൾ എന്ന് വളരെ ചുരുക്കമാണ്. രോഗങ്ങൾ പല വിധത്തിൽ, ഷുഗർ ആകട്ടെ, BP ആകട്ടെ, അങ്ങനെ തുടങ്ങിയുള്ള രോഗങ്ങൾ, വലിയ വലിയ മാരക രോഗങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളിലാണ് നമ്മളുള്ളത്, ഇല്ല? രോഗം അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അതിന് ഷിഫാവും അള്ളാഹു തന്നെ നിശ്ചയിച്ചിട്ടുമുണ്ട്. അതുകൊണ്ടാണ് മഹാപ്രവാചകനാകുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രവാചകനാകുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം രോഗം കടന്നു വന്നപ്പോ, അല്ലെങ്കിൽ രോഗത്തെ പറ്റി പറഞ്ഞത് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, വൈദാ മരിളതു വഹുവ യശ്ഫീൻ. ഞാനൊരു രോഗിയായാൽ അത് ശിഫപ്പെടുത്തുവാൻ എന്റെ പടച്ചവനുണ്ട്, എനിക്ക് രോഗങ്ങൾക്ക് ശമനം തരുന്നവന്റെ റബ്ബാണ് എന്ന് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പഠിപ്പിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്നാണ്. അതുകൊണ്ട് തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റബ്ബിൽ നമുക്ക് പ്രതീക്ഷ വേണം. ഏതൊരു രോഗം നമുക്ക് തന്നെ, അത് ഷുഗർ ആകട്ടെ, ക്യാൻസർ ആകട്ടെ, പനിയാകട്ടെ, ജലദോഷമാകട്ടെ, ഏത് രോഗമാണെങ്കിലും ഒന്നാമത് നമുക്ക് വേണ്ടത് തവക്കുലാണ്. എന്റെ റബ്ബ് എനിക്ക് ശിഫ തരും. ഹോസ്പിറ്റലിൽ പോകണം, മരുന്ന് വാങ്ങണം, ചികിത്സിക്കണം. അതിനു മുമ്പ് ആത്മീയമായി നമ്മുടെ ഖൽബിൽ ഉണ്ടായിരിക്കേണ്ടത് അചഞ്ചലമായ ഈമാനാണ്. റബ്ബ് എന്നെ കൈവിടില്ല, അള്ളാഹു എനിക്ക് ശിഫ തരുമെന്നുള്ള ഏറ്റവും വലിയൊരു വിശ്വാസം നമ്മുടെ കൽബകങ്ങൾ നമുക്കുണ്ടാകണം. അതുകൊണ്ട് തന്നെ ആ ശമനത്തിന് വേണ്ടി ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ. അള്ളാഹു ഈ ലോകത്തിലേക്ക് ഒരു രോഗം ഇറക്കിയിട്ടുണ്ട് എങ്കിൽ അതിന്റെ മരുന്നും അള്ളാഹു ഇറക്കിയിട്ടുണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന ലികുല്ലി ദാഇൻ ദവാ. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല, മനുഷ്യൻ അതിന് കഴിവെത്തിയിട്ടില്ല. ഭാവിയിൽ കണ്ടുപിടിക്കുമായിരിക്കാം, ഇതുവരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. പക്ഷെ അള്ളാഹു ഈ ദുനിയാവിൽ എന്ത് രോഗമുണ്ടോ അതിന് ശിഫ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് ആദരവായ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ മുത്തുനബി തങ്ങളുടെ ഹദീസുകളിലൂടെ രോഗപ്രതിരോധം തീർക്കാൻ, ആരോഗ്യ സംരക്ഷണത്തിനായി, അല്ലെങ്കിൽ രോഗികൾക്കായി ചികിത്സാ രീതിയായി നബി തങ്ങൾ പഠിപ്പിച്ചൊരു 7 കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രധാനപ്പെട്ട 7 കാര്യങ്ങൾ നമ്മളെന്ന് ചർച്ച ചെയ്യുകയാണ്. ഒന്നാമത് നബി തങ്ങൾ പറഞ്ഞു, മാഉ സംസം. സംസം വെള്ളമാണ്. അള്ളാഹു മതി വരുവോളം കുടിക്കാൻ അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. മാഉ സംസം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി തങ്ങൾ പറഞ്ഞു, ഖൈറു മാഇൻ അലാ വജിഹിൻ അർളി മാഉ സംസം ഫീഹി തുആമു മിനത് തുഅം വശിഫാഉ മിനസ് സുഖം. നബി തങ്ങൾ പറഞ്ഞതാണ്. നബി തങ്ങൾ പറഞ്ഞു, ഈ ദുനിയാവിലെ ശ്രേഷ്ഠമായ വെള്ളങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മാഉ സംസം. വെള്ളങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഏതാ? അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വജഅൽനാ മിൻ ബൈനി അസ്വാബിഹിൽ മാ, 2 വിരലുകൾക്കിടയിലൂടെ പ്രവഹിച്ച വെള്ളം. നബി തങ്ങളും സ്വഹാബത്തും യാത്ര പോകുമ്പോൾ, യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ദാഹിച്ച് പരവശരായ നബിയെ, കുടിക്കാൻ വെള്ളമില്ല. നബി തങ്ങളെ 2 വിരലുകൾക്കിടയിലൂടെ വെള്ളം പ്രവഹിച്ചു എന്ന് ഹദീസുകൾ നമുക്ക് കാണാം. അതാണ് ലോകത്തിലെ ഒന്നാമത്തെ ശ്രേഷ്ഠതയുള്ള വെള്ളം. അത് നമുക്കിനി കിട്ടൂല, നബി തങ്ങളെ കയ്യിൽ നിന്ന് പോയി. രണ്ടാമത്തെ വെള്ളം എന്താ? അത് മാഉ സംസം. സംസം വെള്ളമാണ്.
അള്ളാഹു മതിവരുവോളം കുടിക്കാനും ഹജ്ജ് ഉംറയും നിർവഹിക്കാനും വലിയ ഭാഗ്യം അള്ളാഹു നമുക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, നബി തങ്ങൾ പറഞ്ഞു മാഉ സംസം, അതിൽ വലിയ പ്രതിഫലമുണ്ട്. എന്നാൽ നബി തങ്ങൾ പറഞ്ഞത് ഫീ തുആമ മിന തുഅം എന്ന് പറഞ്ഞാൽ വിശപ്പിന് അതിൽ ശമനമുണ്ട്. ഭക്ഷണത്തിന് വേണ്ടി ഒരാൾ കഴിച്ചാൽ വയറ് നിറയും, ഉറപ്പാണ്. അതുപോലെ വശിഫാഉ മിന സുഖം, രോഗങ്ങൾക്ക് വേണ്ടി കുടിച്ചാൽ പരിശുദ്ധമായ സംസം വെള്ളം രോഗശമനത്തിന് അത്യത്ഭുതമാണ് എന്ന് ആരംഭപ്പൂവായ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംസം വെള്ളം കുടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി നമ്മുടെ ആളുകൾ അതിഥികളായ അള്ളാഹിന്റെ അതിഥികളായ ഹറമിലേക്ക് ആളുകൾ പുറപ്പെട്ടു കഴിഞ്ഞു. അതൊക്കെ നമുക്കും പോകാൻ ഭാഗ്യം തരട്ടെ. ഇൻഷാ അല്ലാഹ് സംസം വെള്ളത്തിന്റെ ഒരു വീഡിയോ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. സംസം വെള്ളമൊക്കെ നാട്ടിലേക്ക് ആളുകൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ കുടിക്കുന്നവരാണ്, കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, പറയേണ്ട പ്രാർത്ഥനകൾ, നിന്നാണോ ഇരുന്നാണോ കുടിക്കേണ്ടതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ നമ്മൾ ഇൻഷാ അല്ലാഹ് പഠിക്കും. അള്ളാഹു അത് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ ഒന്നാമത്തെ സംസം വെള്ളമാണ്. രണ്ടാമത്തെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അജ്വ ഈത്തപ്പഴം. അജ്വ ഈത്തപ്പഴം, ഈത്തപ്പഴമേ ഒരുപാട് ശ്രേഷ്ഠതയുള്ളതാണ്. എന്നാൽ നബി തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അജ്വ ഈത്തപ്പഴം. ഈ അജ്വ ഈത്തപ്പഴത്തെ പറ്റി മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, മൻ തസബ്ബഹ കുല്ല യൗമിൻ സബ്അത മറാത്തിൻ അജ്വ ലം യദുറുഹു ഫി ദാലികൽ യൗം സുമ്മുൻ വലാ സിഹ്റുൻ. നബി തങ്ങൾ പറയാണ് സുമ്മും വലാ സിഹ്റുൻ. മുത്തനബി തങ്ങൾ പറഞ്ഞ എന്താ? ആരെങ്കിലും പ്രഭാതത്തിൽ 7 അജ്വ ഈത്തപ്പഴം കഴിച്ചാൽ, 7 എണ്ണം രാവിലെ നിങ്ങൾ കഴിച്ചാൽ അന്നത്തെ ദിവസത്തിൽ സിഹറും അതുപോലെ വിഷങ്ങൾ അങ്ങനെയുള്ള ഒരു രോഗങ്ങളും അവന് വരൂല, ആരോഗ്യ ദൃഢഗാത്രനായി കഴിയും. വെറും വയറ്റിൽ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് മുമ്പ് ഈത്തപ്പഴം കഴിക്കൽ വലിയ ശ്രേഷ്ഠതയാണ്. വെറും വയറ്റിൽ കഴിക്കാൻ പാടില്ല ചില ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വരും വീഡിയോകളിൽ പഠിക്കാനുണ്ട്. നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതൽ അറിയാനുണ്ടെന്നേ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ പാകും. അതിനായി ഈ വീഡിയോ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു അജ്വ ഈത്തപ്പഴം 7 എണ്ണം പ്രഭാതത്തിൽ നിങ്ങൾ കഴിച്ചാൽ, രാവിലെ നിങ്ങൾ കഴിച്ചാൽ സിഹർ അതുപോലെ വിഷ അതുപോലെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒന്നും നിങ്ങൾക്ക് ഉണ്ടാകൂല. മുത്തനബി തങ്ങളുടെ വാക്കാണ്. ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷർ ഉള്ളവരുണ്ട്, അതുപോലെ ഇൻസുലിൻ എടുക്കുന്നവരുണ്ട്. രാവിലെ സുബൈക്ക് പള്ളിയിൽ പോലും പോകാതെ വാപ്പമാര് പള്ളിയിൽ പോകൂല, ഉമ്മമാര് നിസ്കരിക്കൂല. എപ്പോഴെങ്കിലും നിസ്കരിക്കണം. എപ്പോഴാ? രാവിലെ 4 മണിക്ക് ഇറങ്ങും. എവിടെ? വാക്കിങ്ങിന്, നടക്കാൻ വേണ്ടി പോകുന്നു. കയ്യിൽ ഒരു കമ്പും ഒരു ലൈറ്റും, ഒന്ന് നായെ പേടിച്ച് കമ്പും മറ്റൊന്ന് ഇരുട്ടില് ലൈറ്റും, ഇതും കൊണ്ട് ഇങ്ങനെ നടക്കാണ്. മുത്തനബി തങ്ങൾ പറഞ്ഞ ഹദീസുകളുടെ സ്ഥിരപ്പെട്ട എത്രയോ രോഗശമന മാർഗങ്ങളുണ്ട്. ചികിത്സിക്കണം, വേണ്ടാന്നല്ല, അതോടൊപ്പം ഇതും കൂടി നിങ്ങൾ പരിശ്രമിക്കും. അള്ളാഹു നല്ലത് മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ ഒന്നാമത്തെ അജ്വ, രണ്ടാമത്തത് അജ്വ ഈത്തപ്പഴം. മൂന്നാമത്തെ നബി തങ്ങൾ പറഞ്ഞത് ഒലീവെണ്ണയാണ്. സൈത്തൂൻ എന്നൊക്കെ നമ്മൾ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ഒലീവെണ്ണ. നബി തങ്ങൾ പറഞ്ഞു കുലു സൈത വദ്ദുഹന ഫീഹി ഫഇന്നഹു മിൻ ഷജറത്തി മുബാറക. ഒലീവെണ്ണ എന്ന് പറഞ്ഞാൽ അത് മുബാറക്കായ ബറക്കത്താക്കപ്പെട്ട മരത്തിൽ നിന്നുണ്ടാക്കിയെടുക്കുന്നതാണ്. അത് നിങ്ങൾ എണ്ണയായി നിങ്ങൾ ഉപയോഗിക്കും. അതിലൊരുപാട് ശിഫയുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ. ഈ അടുത്ത് വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറുടെ ഇന്റർവ്യൂയിൽ അദ്ദേഹം പറയുന്ന ചികിത്സാ രീതികൾ ഒലീവെണ്ണ കടന്നു വരുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട് ഒലീവെണ്ണ 1 ടീസ്പൂൺ ദിവസവും പതിവാക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാവില്ല. നല്ല കൊളസ്ട്രോൾ കൂടുകയും ചീത്ത കൊളസ്ട്രോൾ മാറുകയും ചെയ്യും. ഒരൊറ്റ ടീസ്പൂൺ, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല. അങ്ങേ അറ്റം പോയ 2 എണ്ണം, അതിൽ 2 ടീസ്പൂൺ, അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറയുക, ഡോക്ടർമാർ പറയുക. നബി തങ്ങൾ പറഞ്ഞു 1 ടീസ്പൂൺ നിങ്ങൾ കഴിക്കുക. ഒരല്പം ഒലീവെണ്ണ നിങ്ങൾ രാവിലെ കുടിക്ക്. നിങ്ങൾക്ക് ബുദ്ധിമുട്ട് പ്രയാസങ്ങളൊന്നും ഉണ്ടാവൂല, രോഗശമനം ഉണ്ടാകും. ഡോക്ടർമാർ പറയണ എന്താ? ചീത്ത കൊളസ്ട്രോൾ ഉണ്ടാവൂല. അതുപോലെ BP, രക്തസമ്മർദ്ദം നോർമലാണ് ഇത് കുടിക്കുന്നവർ. അതുപോലെ ചർമ്മം ചുളിയുന്നതിനെ തൊട്ട്, ചുളിവ് വരുന്നതിനെ തൊട്ട് ഒരു മേക്കപ്പും ചെയ്യണ്ട, ഒരു ഫൗണ്ടേഷനും ഇടണ്ട, ഒരു ലിപ്സ്റ്റിക്കും നമ്മൾ തേക്കണ്ട, ഒരു മരുന്നും നമ്മൾ പുരട്ടണ്ട. ഒലീവെണ്ണ നിങ്ങളൊന്ന് കുടിച്ചു നോക്കിയേ, ഒന്ന് ഉപയോഗിച്ച് നോക്കിയേ, ആ ചർമ്മത്തിൽ തേച്ച് നോക്കിയേ, ഭയങ്കര വലിയ മാറ്റം കാണാം. അതുപോലെ എന്ന് കരുതി ഇത്രയും നേട്ടമുണ്ട് എന്ന് കരുതി ഒരിക്കലും ഒലീവെണ്ണ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്യാൻ പാടില്ല. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഓയിൽ ഉപയോഗിച്ച് ഭക്ഷണം പാകം ചെയ്തിട്ട് ഒരല്പം അതിലേക്ക് ബറക്കത്തിന് വേണ്ടി ഇടാം. അപ്പൊ നമ്മള് എന്താ പറയുക, എണ്ണ ഉപയോഗിച്ച് എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കി എന്ന് വിചാരിക്കാം. ആ ഉണ്ടാക്കുന്ന ഭക്ഷണം പാകം ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു തുള്ളി അല്ലെങ്കിൽ ഒരു അല്പം ബറക്കത്തിന് വേണ്ടി ഇറ്റിച്ചാൽ ആ ബറക്കത്ത് ഉണ്ടാവും.
മനസ്സിലായില്ലേ? അപ്പൊ ഒലീവെണ്ണ രോഗചികിത്സയ്ക്ക് വളരെ ഉപകാരപ്രദമാണ്. അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ 4ാമത്തെ ചികിത്സാ രീതിയാണ് കരിഞ്ജീരകം. നബി തങ്ങൾ പറഞ്ഞു, അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന ഫിൽ ഹബ്ബത്തി സൗദാ ശിഫാഅൻ മിൻ കുല്ലി ദാഇൻ ഇല്ല സാം. നബി തങ്ങൾ ആയിഷ ബീവി ഉദ്ധരിക്കുന്ന ആയിഷ ബീവിയുടെ പറയാണ്, മുത്തുനബി തങ്ങൾ പറഞ്ഞു, കറുത്ത ധാന്യപ്പൊടി, കറുത്തൊരു ധാന്യപ്പൊടിയുണ്ട്, അത് ഷിഫയുണ്ട് എല്ലാ രോഗത്തിൽ നിന്നും മരണമൊഴികെ. ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, നബിയെ എല്ലാത്തിൽ നിന്നും ഷിഫയുണ്ടോ? അതെ ഉണ്ട് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മരണമൊഴികെ എല്ലാ രോഗത്തിൽ നിന്നും ശമനം കരിഞ്ജീരകത്തിനുണ്ട്. കരിഞ്ജീരകത്തിന്റെ എണ്ണ, അതുപോലെ കരിഞ്ജീരകം, ഇതെല്ലാം വളരെ പുണ്യമുള്ള ആരോഗ്യ സംരക്ഷണത്തിന് വളരെ എഫക്റ്റീവായ കാര്യമാണെന്ന് മുത്തുനബി തങ്ങളാ പറഞ്ഞത്. പിന്നെ അതിൽ മാറ്റുണ്ടോ? എത്രയോ നിങ്ങൾ വെറുതെ ഞാൻ പറയണ നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല. നിങ്ങൾ വെറുതെ യൂട്യൂബൊക്കെ നമ്മൾ കാണുന്നവരല്ലേ. ഡോക്ടർമാർ എത്രയോ പ്രഗത്ഭരും പ്രശസ്തരുമായ അതിനിപുണന്മാരായ ഡോക്ടർമാരുടെ ഇന്റർവ്യൂ എടുത്തു നോക്കിയ കരിഞ്ജീരകത്തെ പറ്റി ഡോക്ടർമാർ പറയുന്നത് അത്ഭുതപ്പെട്ടു. നമ്മൾ 14 മുമ്പ് നിബിധങ്ങൾ ഒരു എന്താ പറയാ, ഒരു കോളേജുകളിൽ നിബിധങ്ങൾ പഠിക്കാൻ പോയിട്ടില്ലല്ലോ, അള്ളാഹ് അറിയിച്ചു കൊടുത്തതല്ലാതെ അല്ലേ? എത്രയോ വർഷം നിരന്തരം ഉറക്കമില്ലാതെ ഊണില്ലാതെ പഠിച്ചെടുത്ത ഡോക്ടർമാരാണ് അവർ. അവരവരുടെ പരിശ്രമത്തിലൂടെ പറയാണ് കരിഞ്ജീരകത്തിന് വലിയ മഹത്വമുണ്ട്. നിബിധങ്ങൾ പറഞ്ഞു, അള്ളാഹ് അറിയിച്ചു കൊടുത്തു, വലിയ മഹത്വമുണ്ട് നബിയെ, സമൂഹത്തിന് ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്ക്. നമുക്കൊരു മഹത്വം ഇല്ല. കരിഞ്ജീരകം വലിയ പുണ്യമാണ്. അതുപോലെ 5ാമത് മുത്തുനബിധങ്ങൾ പറഞ്ഞ ചികിത്സാ സുന്നത്തായ രീതി എന്തെന്നറിയോ? തേനാണ്. തേൻ അത് എല്ലാത്തിലും ജനങ്ങൾക്ക് എല്ലാത്തിലും ഷിഫയുണ്ട്. ഖുർആൻ പറഞ്ഞതാണ് അല്ലേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തേൻ രോഗങ്ങൾക്ക് വലിയ മറുമരുന്നാണ്. മഹാനായ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ നബിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, നബിയെ എന്റെ സഹോദരന് വയറുവേദനയാണ്. നബി തങ്ങൾ പറഞ്ഞു, തേൻ കുടിക്കാൻ കൊടുക്കുക. ആ മനുഷ്യൻ മടങ്ങിപ്പോയിട്ട് 2ാമത് വീണ്ടും വന്നു, നബിയെ കുറയണില്ല, വയറുവേദന കുറയണില്ല. നബി തങ്ങൾ 2ാമതും പറഞ്ഞു, തേൻ കുടിപ്പിക്കും. ആ മനുഷ്യൻ പോയി. 3ാമത് വീണ്ടും മടങ്ങി വന്നു. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നബിയെ ഷിഫയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹ് സത്യം പറഞ്ഞു, എന്റെ സഹോദരന്റെ വയറ് കള്ളം പറഞ്ഞു എന്ന് പറഞ്ഞ വയറുവേദന ഉണ്ടോ ഉറപ്പായിട്ടും മാറും. അത് അല്ലാഹ് പറഞ്ഞതാണ്. അതുകൊണ്ട് തേൻ വലിയ എഫക്റ്റീവാണ്. നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ വെറും വയറ്റിൽ അതായത് ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് പല്ലൊക്കെ തേച്ച് നിസ്കരിച്ച് പല്ലൊക്കെ തേച്ച് നമ്മൾ നിൽക്കൂലേ, വെള്ളത്തിൽ ഒരു അല്പം, ഒരു തുള്ളിയോ 2 തുള്ളിയോ തേൻ ഇറ്റിച്ചിട്ട് ആ വെള്ളം ഒന്ന് കുടിച്ചു നോക്കി. നിബിധങ്ങൾ കുടിക്കുമായിരുന്നു എന്നാണ്. തേൻ കലർത്തിയ വെള്ളം ശരീരത്തിന് മോശനൊക്കെ പോകാൻ, അതുപോലെ ദഹന പ്രക്രിയക്ക് ഗ്യാസ് പോകാൻ ഏറ്റവും ബെറ്ററാണ് തേൻ കലർത്തിയ വെള്ളം. അപ്പൊ അതുപോലെ നബിതങ്ങൾ പറഞ്ഞു 5ാമത്തത് തേനാണ്. 6ാമത്തെ നബിതങ്ങൾ പറഞ്ഞത് ഹിജാമ കൊമ്പ് വെക്കുന്ന കന്ന് പറയും, ഇപ്പൊ കപ്പാണ്. കപ്ലിങ്ങിലൂടെ ചെയ്യുന്ന കാര്യമാണ്. അഴുക്ക മോശം ബ്ലഡുകൾ എടുത്തു കളയുക, ഹിജാമ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൽമാൻ റളിയല്ലാഹു തങ്ങൾ പറയുന്നുണ്ട്, തലവേദനയെ പറ്റി നബിതങ്ങളോട് പരാതി പറഞ്ഞു. നബിതങ്ങൾ പറഞ്ഞു ഹിജാമ ചെയ്യാൻ പറഞ്ഞു. പിന്നീട് തലവേദന വന്നിട്ടില്ലെന്നാണ്. അതുപോലെ 7ാമത് നബിതങ്ങൾ പറഞ്ഞ ചികിത്സാ രീതി അത്തിപ്പഴമാണ്. അത്തിപ്പഴം മുത്താണ് എന്ന് നമ്മൾ പറയില്ലേ. അത്തിപ്പഴത്തിന് എത്രയോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞതാണ്. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ പേരാണ്. ഒരുപാട് അത്തിപ്പഴം കടിച്ചാൽ ഒരുപാട് ശ്രേഷ്ഠതകൾ നമുക്കത് പഠിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു വീഡിയോ തന്നെ നമുക്കത് ചെയ്യണം. അത്തിപ്പഴം മുത്താണ്. ആ അത്തിപ്പഴത്തെ കുറിച്ച് നമുക്ക് ഖുർആൻ പറഞ്ഞതല്ലേ, അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതെല്ലാം ഒരു ചികിത്സാ രീതികളാണ്. നമ്മൾ രോഗികളെ കാണാൻ പോകാറുണ്ട്. ഇനി നമ്മൾ രോഗ സന്ദർശനം പോകൂല. ബസ് സ്റ്റാൻഡുകളിലൂടെ, റെയിൽവേ സ്റ്റേഷനുകളിലൂടെ പോകുമ്പോൾ ചില രോഗികളെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ നമ്മൾ അറിയാതെ പറഞ്ഞു പോലെ അൽഹംദുലില്ലാഹ്, കാരണം അത്ര ബുദ്ധിമുട്ടും പ്രയാസം അനുഭവിക്കുന്ന രോഗികൾ നമ്മൾ കാണും. അങ്ങനെ നബി തങ്ങൾ പറഞ്ഞു, എന്തെങ്കിലും മുസീബത്ത് നിങ്ങൾ കണ്ടാൽ, എന്തെങ്കിലും വെറുക്കപ്പെടുന്ന കാര്യം നിങ്ങൾ കണ്ടാൽ, ഏതെങ്കിലും രോഗികളെ നിങ്ങൾ കണ്ടാൽ, ഈ പറയുന്ന ദുആ നിങ്ങൾ ചൊല്ലിയാൽ ഉറപ്പായും നിങ്ങൾക്ക് ആ രോഗത്തെ കൊണ്ട്, ആ പ്രയാസങ്ങളെ കൊണ്ട് നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കൂല. ഏതാണ് ആ പ്രാർത്ഥന?
പ്രാർത്ഥന അതാണ് സ്ക്രീനിൽ കാണുന്നത്. ഏതാണ്? അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീലാ. ഒന്നുകൂടെ കേട്ടോ. അൽഹംദുലില്ലാഹില്ലദീ ആഫാനി മിമ്മ ബതലാക ബിഹി വഫല്ലലനി അലാ കസീരിൻ മിമ്മൻ ഖലഖ തഫ്ലീലാ. പടച്ചവനെ, അല്ലാഹുവേ, നീ പരീക്ഷണം നടത്തിയ ആളുകളിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തിയല്ലോ. പടച്ചവനെ, നീ ശ്രേഷ്ഠത നൽകിയ ആളുകളിൽ നിന്ന് നൽകിയതിൽ നീ ഉൾപ്പെടുത്തിയല്ലോ റബ്ബേ. എത്ര നന്ദി പറഞ്ഞാലും മതി വരൂല. അല്ലാഹ്, എത്ര നന്ദി എന്ന് പറഞ്ഞാൽ മതി വരൂല. ഈ പ്രാർത്ഥന നിങ്ങൾ ചൊല്ലിയാൽ ഉറപ്പായും ആ പരീക്ഷണങ്ങളെ കൊണ്ട്, ഏതൊരു പരീക്ഷണത്തിൽ നിന്നാണോ നിങ്ങളത് ചൊല്ലിയത്, അത് നിങ്ങൾക്ക് വരൂലെന്നാണ്. അള്ളാഹു ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിച്ചു മരിക്കാൻ അള്ളാഹു ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നല്ല നല്ല അറിവുകൾക്കായി വോയിസ് ഓഫ് ഷഫീഖ് ബദ്രി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. രാവിലെ ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾ, മസലകൾ, നിയമങ്ങളൊക്കെ നമുക്ക് പഠിക്കാം. അതുപോലെ മഗ്രിബ് നമസ്കാരത്തോടുകൂടി അള്ളാഹിലേക്ക് കുറച്ച് അല്പസമയം ചെലവഴിച്ച് കുറച്ച് ദിക്റുകൾ, ദുആകൾ, സ്വലാത്തുകൾ നമുക്ക് ചൊല്ലണം. അങ്ങനെ 2 വീഡിയോ എല്ലാ ദിവസവും നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങളിത് സ്വീകരിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതോടൊപ്പം നമ്മുടെ തന്നെ സംരംഭമാണ് ബദറിൻ തീരം എന്നൊരു മജ്ലിസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാ ദിവസവും വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന ആത്മീയ മജ്ലിസ് അൽഹംദുലില്ലാഹ് രാത്രി 9 മണിക്ക് ബദറിൻ തീരം എന്ന ചാനലിലാണ് അത് നടക്കുക. ആയിരങ്ങൾ സംഗമിക്കുന്ന മജ്ലിസ്. മനോഹരമായ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടിലൂടെ പാടി പറഞ്ഞ് തിബ്ബുസ്സലാത്തും അസ്മാഉൽ ഹുസ്നയും ഹദ്ദാദുമായിട്ടുള്ള ഒരു വലിയൊരു ആത്മീയ സദസ്സാണ്. എല്ലാവരും ഇൻഷാ അല്ലാഹ് അതിൽ പങ്കെടുക്കണം എന്ന് ഉണർത്തുന്നു. ഇൻഷാ അല്ലാഹ് പുതിയൊരു അറിവുമായി നമുക്ക് കണ്ടുമുട്ടാം. ഒരുപാട് ആളുകൾ കമന്റ് ബോക്സിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.